साथियों, विकसित केरलम के लिए अब बड़े फैसले का समय आ गया है। अब केरला को नई पॉलिटिक्स चाहिए। 21st सेंचुरी के पहले 25 इयर्स तो चले गए, खत्म हो गए हैं। आने वाले 25 इयर्स के इसमें केरला को विकसित बनाने के लिए अब बीजेपी को डिसाइसिव मैंडेट चाहिए। इसलिए मैं केरला के लोगों से कहूंगा, यही समय है, सही समय है। नाउ इज द टाइम फॉर विकसित केरलम। नाउ इज द राइट टाइम फॉर एनडीए गवर्नमेंट। आइए बीजेपी के साथ केरला में विकास के नए युग की शुरुआत करें। പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വികസിത കേരളം സാധ്യമാക്കാനുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത്. ഇതിനായി കേരളത്തിന് ഒരു പുതിയ രാഷ്ട്രീയം ആവശ്യമാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിലെങ്കിലും കേരളത്തെ വികസിതമാക്കണമെങ്കിൽ ഉറച്ച തീരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തോട് പറയുന്നു, ഇതാണ് ശരിയായ സമയം, ഇതാണ് സമയം. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള യഥാർത്ഥ സമയം ഇതാണ്. വികസിത കേരളം സൃഷ്ടിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. എൻഡിഎ സർക്കാരിനുള്ള ശരിയായ സമയമാണിത്. വരൂ, നമുക്ക് ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേർന്ന് കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു തുടക്കം കുറിക്കാം. मेरे साथ बोलिए, भारत माता की जय। आप रहने दीजिए। भारत माता की, भारत माता की, भारत माता की। आज नेताजी सुभाष बाबू की जन्म जयंती भी है और वंदे मातरम के 150 साल। मेरे साथ बोलिए, वंदे 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 वंदे। बहुत बहुत धन्यवाद। ഒരുപാട് നന്ദി മോദിജി. കേരളത്തെ ഇത്രയേറെ സ്നേഹിച്ചതിന്, കടലോളം ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകർന്നതിന് മലയാളികളുടെ തിരുവനന്തപുരത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന പ്രഖ്യാപനങ്ങളില്ലാതെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. എന്നാൽ നഗര വികസനത്തിന് പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം തന്നെ LDF, UDF മുന്നണികളെ കടന്നാക്രമിക്കാനും പ്രധാനമന്ത്രി മടിച്ചില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിലൂടെ എങ്ങനെ വികസനം സാധ്യമാകും എന്നതിന്റെ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് അദ്ദേഹം പറഞ്ഞു. LDF ഭരണത്തിൽ ബാങ്കുകൾ പോലും സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ പോലും നിക്ഷേപിക്കുന്ന പണം ബാങ്കുകൾ കട്ടു. ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നവരെ തുരത്തണം. BJP വന്നാൽ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ച് പിടിച്ചു നൽകും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. ഭഗവാന്റെ സ്വർണം വരെ കട്ടു. സ്വർണം കട്ടവരെ BJP വന്നാൽ ജയിലിലാക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നാണ് തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹം നൽകിയ ഒരു വാക്ക്. ഒപ്പം തന്നെ കോൺഗ്രസിന് വികസന അജണ്ടയില്ല. മാവോവാദികളാകും അവരുമായും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായും ഒക്കെ കോൺഗ്രസിന് ചങ്ങാത്തമുണ്ട്. കോൺഗ്രസ് MMCയുടെ വക്താക്കളാണ്. മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്നാണ് ഇന്ന് കോൺഗ്രസിനെ അദ്ദേഹം പരിഹസിച്ചത്. കോൺഗ്രസിനെ സൂക്ഷിക്കണം. കേരളത്തിലും കോൺഗ്രസ് വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം BJPക്ക് കൃത്യമായ മേധാവിത്വമുള്ള ജനവിധി നൽകണമെന്നാണ് തിരുവനന്തപുരത്ത് തന്നെ കേൾക്കാനെത്തിയ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. ഇത് ശരിയായ സമയമാണ്, ശരിയായ അവസരമാണ്. അതുകൊണ്ട് തന്നെ ആ അവസരം കൃത്യമായി ഉപയോഗിക്കണമെന്നാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.